വെൽക്കം ടു മാത്ത്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ തിയറിയുടെ സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്ററിൻ്റെ പേര് സം എലമെൻ്ററി തിയറംസ് ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ, നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ. ചെറിയൊരു നോട്ടാണ്. ഓക്കെ, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ലെറ്റ് പൈ ഓഫ് എക്സ് denote the number of primes not exceeding x. Not exceeding x. ഓക്കെ, ഇപ്പോൾ എക്സ് എന്താണ്, ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ പൈ ഓഫ് എക്സിനെ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, നമ്പർ ഓഫ് പ്രൈംസ് നോട്ട് എക്സീഡിങ് എക്സ്. ഓക്കെ, അതായത് എക്സോ എക്സിന് താഴെയുള്ള നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സിനെ നമ്മൾ പൈ ഓഫ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ മീനിങ് എന്തായിരിക്കും, പൈ ഓഫ് 1 എന്തായിരിക്കും, പൈ ഓഫ് 1 എന്തായിരിക്കും, 0 ആയിരിക്കും. എന്താണ്, 1 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എത്ര ഉണ്ട്, 0 പ്രൈം നമ്പേഴ്സ്. സോ പൈ ഓഫ് 1ൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ പൈ ഓഫ് 2 എന്തായിരിക്കും, ഇപ്പോൾ 2 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എത്ര ഉണ്ട്, 2 പ്രൈം നമ്പറേ ഉള്ളൂ, 2. അപ്പോൾ അതിൻ്റെ വാല്യൂ 1. ഇനി പൈ ഓഫ് 3 എത്ര ആയിരിക്കും, ഇപ്പോൾ 3 കൂടാത്ത 3ൻ്റെ താഴേക്കുള്ള എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്, 2 പ്രൈം നമ്പേഴ്സ്, 2ഉം 3ഉം. പൈ ഓഫ് 3ൻ്റെ വാല്യൂ 2 ആയിരിക്കും. സോ ഈ രീതിയിലാണ് നമ്മൾ പൈ എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, then pi of x tends to infinity as x tends to infinity. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൈ ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും എപ്പോഴേ, ഇഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. റീസൺ എന്താണ്, നമുക്കറിയാം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്രൈംസ് ഉണ്ട്. ഓക്കെ, സോ എക്സിൻ്റെ വാല്യൂ ഒരുപാട് ലാർജ് ആകുമ്പോൾ പൈ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താവും, ഒരുപാട് ലാർജ് ആയിരിക്കും. ഓക്കെ, സിൻസ് there are infinite number of primes. Okay, so pi of എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. പൈ ഓഫ് എക്സ് ഈസ് അസിംപ്റ്റോട്ടിക് ടു എക്സ് ബൈ ലോഗ് എക്സ്. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താണ്, പൈ ഓഫ് എക്സ് എക്സ് ബൈ ലോഗ് എക്സിന് അസിംപ്റ്റോട്ടിക് ആയിരിക്കുന്ന മീനിങ് എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി പൈ ഓഫ് എക്സ് ബൈ ലോഗ് എക്സ്, ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി പൈ ഓഫ് എക്സ് ബൈ ലോഗ് എക്സിന് എങ്ങനെ എഴുതാം, എക്സ് പൈ ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, സോ ഈ ഒരു തിയറത്തിനാണ് നമ്മൾ, ഈ ഒരു റിസൾട്ടിന് നമ്മൾ പ്രൈം നമ്പർ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ദി പ്രൈം നമ്പർ തിയറം. ദിസ് ഈസ് നോൺ ആസ് ദി പ്രൈം നമ്പർ തിയറം. ഓക്കെ, ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ചെബിഷെവ്സ് ഫങ്ഷൻസ് psi of x and theta of x. ഓക്കെ, ചെബിഷെവ്സ് ഫങ്ഷൻസ് ഫൈ ഓഫ് എക്സും തീറ്റ ഓഫ് എക്സും ആണ് നമ്മൾ
ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് psi ഫംഗ്ഷനാണ്. ഓക്കെ, സോ ഡെഫിനിഷൻ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 we define Chebyshev phi function by the formula Chebyshev's phi function എന്തായിരിക്കും? psi of Chebyshev's psi function psi of x which is equal to summation n less than or equal to x big lambda of n, that means Mangold function. ഓക്കെ, ഇത് നമുക്കറിയാവുന്ന ഫംഗ്ഷനാണ്, മാങ്കോൾഡ് ഫംഗ്ഷനാണ്. ഓക്കെ, സോ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 Chebyshev's psi function is defined as this. ഓക്കെ, ഇനി നമുക്ക് ഒരു നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നോട്ട് ദാറ്റ് summation n less than or equal to x big lambda of n is asymptotic to x as x tends to infinity. ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ ഫംഗ്ഷൻ എന്തിന് അസിംപ്റ്റോട്ടിക് ആയിരിക്കും? എക്സിന് അസിംപ്റ്റോട്ടിക് ആയിരിക്കും ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ഇതിൻ്റെ മീനിങ് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് ലാംഡ ഓഫ് n ഹോൾ ഡിവൈഡ് ബൈ എക്സ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ താഴെയിട്ട് എഴുതാം ഇസ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, നമുക്കറിയാവുന്ന റിസൾട്ട് നമ്മളിനി പ്രൂവ് ചെയ്യും. നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഇത് പ്രൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 ഇതിന് ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക, ജസ്റ്റ് ഒരു ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ഫ്രം 1 and 2 നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രം 1 and 2 നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി psi ഓഫ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. റീസൺ എന്താണ്? psi ഓഫ് എക്സ് എന്താണ്? psi ഓഫ് എക്സ് സമ്മേഷൻ ലാംഡ n ആണ്. സോ സമ്മേഷൻ ലാംഡ n നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ psi ഓഫ് എക്സ് എന്ന് കൊടുക്കാം. സോ psi ഓഫ് എക്സ് ബൈ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ഇൻഫിനിറ്റി psi ഓഫ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഫ്രം 1 and 2. ഓക്കെ, സോ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സിൻസ് നമുക്ക് ബിഗ് ലാംഡ ഓഫ് എന്നിൻ്റെ ഡെഫിനിഷൻ എന്താ? വി നോ ദാറ്റ് ബിഗ് ലാംഡ ഓഫ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് പി ഇഫ് n equal to some prime power n, some prime power n, some prime power m. Okay, lambda of n ന്റെ വാല്യൂ എന്തായിരിക്കും? log p ആയിരിക്കും if n equal to p raised to m for some prime p. Okay, some prime p equal to 0 otherwise. ഓക്കെ, നമുക്കറിയാവുന്ന നമ്മൾ മുമ്പേ ഡിഫൈൻ ചെയ്ത മാങ്കോൾഡ് ഫംഗ്ഷനാണിത്. ഓക്കെ, സിൻസ് ബിഗ് ലാംഡ ഓഫ് n ഈക്വൽ ടു 0, ബിഗ് ലാംഡ ഓഫ് എൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഈ അൺലെസ് n ഈസ് എ പ്രൈം പവർ, അൺലെസ് n ഈസ് എ പ്രൈം പവർ. ഓക്കെ, ദെൻ നമുക്കറിയാം ലാംഡ ഓഫ് എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ഏത് കേസിൽ? n പ്രൈം പവർ അല്ല എങ്കിൽ, നമുക്ക് എന്താ പറയാൻ പറ്റും? ലാംഡ ഓഫ് എന്നിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും psi ഓഫ് എക്സിനെ? psi ഓഫ് എക്സ് നമുക്കറിയാം സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബിഗ് ലാംഡ ഓഫ് n ആണ്. ഓക്കെ, ഇനി ഈ n-നെ പ്രൈം പവർ അല്ലാത്ത രീതിയിൽ എഴുതുമ്പോൾ, പ്രൈം പവർ അല്ലാത്ത രീതിയിലാണ് n ഉള്ളതെങ്കിൽ ആ വാല്യൂലൊക്കെ എന്തായിരിക്കും? ലാംഡ ഓഫ് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും ബൈ ഡെഫിനിഷൻ ഓഫ് മാങ്കോൾഡ് ഫംഗ്ഷൻ. ഓക്കെ, ആ കേസിൽ ഈ സമ്മേഷൻ എന്തായിട്ട് നമുക്ക് എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ m ഫ്രം 1 ടു ഇൻഫിനിറ്റി പ്രൈം പവർ m ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സമ്മേഷൻ p ലാംഡ ഓഫ് p
പി റേസ് ടു എം. ഓക്കെ, നമ്മളെന്ത് ചെയ്തു എന്നിന് എന്ത് ചെയ്തു, ജസ്റ്റ് നമ്മളിവിടുത്തെ എന്നിനെ നമ്മളെന്ത് ചെയ്തു, ഇവിടുത്തെ എന്നിനെ നമ്മളെന്ത് ചെയ്തു, പി റേസ് ടു എം എന്ന് എഴുതി. ഓക്കെ, സോ നമ്മൾ സമ്മേഷൻ എന്തായിരിക്കും, ലാംഡ ഓഫ് പി റേസ് ടു എം എന്നായിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, അല്ലാത്ത കേസിലൊക്കെ എന്തായിരിക്കും, അതായത് നമുക്ക് എന്നിനെ സം പ്രൈം പവർ എം എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റുന്ന കേസിലൊക്കെ ബിഗ് ലാംഡ ഓഫ് എന്നിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇങ്ങനെ എഴുതാൻ പറ്റാത്ത കേസിലുള്ള എന്നിനൊക്കെ ബിഗ് ലാംഡ ഓഫ് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും, സോറി ഞാൻ പറഞ്ഞത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്നിനെ നമുക്ക് പി റേസ് ടു എം എന്നുള്ള എഴുതാൻ പറ്റുന്ന കേസിൽ ലാംഡ ഓഫ് എന്നിൻ്റെ വാല്യൂ ലോഗ് പി ആയിരിക്കും. ഇനി ഇങ്ങനെ എഴുതാൻ പറ്റാത്ത കേസിലൊക്കെ ലാംഡ ഓഫ് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സോ ഈ സമ്മേഷൻ എന്തായിട്ട് ചേഞ്ച് ചെയ്യും, പി റേസ് ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആവുന്ന കേസിൽ ആ കേസിൽ എന്തായിരിക്കും, സമ്മേഷൻ പി നമ്മൾ സമ്മേഷൻ റൺ ചെയ്യുന്നത് ഓവർ പ്രൈം നമ്പേഴ്സിലാണ്, ബിഗ് ലാംഡ ഓഫ് പി റേസ് ടു എം ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി ഈ കേസിൽ എന്തായിരിക്കും വാല്യൂ നമ്മൾ എഴുതുമ്പോൾ, സമ്മേഷൻ എം ഫ്രം 1 to ഇൻഫിനിറ്റി, സമ്മേഷൻ എം ഫ്രം 1 to ഇൻഫിനിറ്റി, സമ്മേഷൻ ഇനി പി റേസ് ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ, ഓക്കെ ഇവിടെയുള്ള പി റേസ് ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താ, പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് റേസ് ടു 1/m എന്നായി മാറും. ഓക്കെ, സോ നമുക്ക് അതിനങ്ങനെ ചേഞ്ച് ചെയ്യാം. സോ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് റേസ് ടു 1/m. ഓക്കെ, വിച്ച് ഈസ് ഇനി ലാംഡ ബിഗ് ലാംഡ ഓഫ് പി റേസ് ടു എമ്മിൻ്റെ ആ വാല്യൂ എന്തായിരിക്കും, ബൈ ഡെഫിനേഷൻ ഓഫ് മാൻഗോൾഡ് ഫംഗ്ഷൻ ലോഗ് പി ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് നമുക്ക് എന്താണ് കിട്ടിയത്, ഇപ്പോൾ സൈ ഓഫ് എക്സിൻ്റെ ഡെഫിനേഷൻ എന്തായിട്ട് മാറി, ഈ ഒരു ഫോമിലേക്ക് മാറി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഷെബ്ഷെവ്സ് തീറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. സോ ഡെഫിനേഷൻ if x greater than 0, we define Chebyshev theta function. Okay, Chebyshev's theta function by the equation theta of x equal to summation p less than or equal to x log p. Okay, so നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന കേസിൽ ഷെബ്ഷെവ്സ് തീറ്റ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് തീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലോഗ് പി എന്നായിരിക്കും. ഓക്കെ, where p runs over all primes less than or equal to x. Okay, where p runs over all primes less than or equal to x. Okay, x എക്സിനേക്കാൾ താഴെയുള്ള പ്രൈംസിൻ്റെ കേസിലാണ് ആ സമ്മേഷൻ വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു നോട്ടുണ്ട്. by using Chebyshev's theta function, നമുക്ക് ഷെബ്ഷെവ്സ് തീറ്റ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഷെബ്ഷെവ് സൈ ഫംഗ്ഷൻ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കറിയാം സൈ ഓഫ് എക്സിന് എങ്ങനെ എഴുതാം, സൈ ഓഫ് എക്സ് നമുക്കറിയാവുന്ന റിസൾട്ട് എങ്ങനെയാണ്, സൈ ഓഫ് എക്സിൻ്റെ റിസൾട്ട് നമുക്കറിയാം എന്താണ്, സമ്മേഷൻ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫ്രം 1 to ഇൻഫിനിറ്റി സമ്മേഷൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് റേസ് ടു 1/m ഇൻറ്റു 1/m log p. ഓക്കെ, ഇതാണ് നമുക്കറിയാവുന്ന ലാസ്റ്റ് നമുക്ക് കിട്ടിയതാ ഈ റെഡ് ഇതിലുള്ള ഷെബ്ഷെവ്സ് സൈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഷെബ്ഷെവ്സ് തീറ്റ ഫംഗ്ഷൻ നമുക്കറിയാം പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലോഗ് പി, സമ്മേഷൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലോഗ് പി എന്താണ്, അത് തീറ്റ ഓഫ് എക്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആ തീറ്റ ഓഫ് എക്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. ഓക്കെ,
പക്ഷെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇപ്പോൾ തീറ്റ ഓഫ് എക്സ് സമ്മേഷൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലോഗ് പി ആണെങ്കിൽ ഇവിടെ തീറ്റ ഓഫ് എക്സ് റേസ് ടു 1/m എന്തായിരിക്കും? സമ്മേഷൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് റേസ് ടു 1/m ലോഗ് പി ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ഇവിടുത്തെ പി ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് റേസ് ടു 1/m ഇക്വേഷനാണ്. സോ നമുക്ക് എന്ത് ചെയ്തു? പി ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് റേസ് ടു 1/m കേസിൽ എന്താ വരിക? തീറ്റ ഓഫ് എക്സ് റേസ് ടു 1/m ആയിരിക്കും വരിക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എം ഫ്രം 1 ടു ഇൻഫിനിറ്റി. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ഇതിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? തീറ്റ ഓഫ് എക്സ് റേസ് ടു 1/m വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, തീറ്റ ഓഫ് എക്സ് റേസ് ടു 1/m. ഓക്കെ, അതിന് റീസണാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ സൈ ഓഫ് എക്സിൻ്റെ മറ്റൊരു വാല്യൂ ഇതായിരിക്കും. ഓക്കെ, മറ്റൊരു ഡെഫിനിഷൻ ഇതായിരിക്കും. ഓക്കെ, സോ സൈ ഫംഗ്ഷനും എന്താണ് തീറ്റ ഫംഗ്ഷനും തമ്മിലുള്ള ഒരു റിലേഷൻ കൂടിയാണിത്. ഓക്കെ, ഇനി സൈ ഫംഗ്ഷനും തീറ്റ ഫംഗ്ഷനും തമ്മിലുള്ള രണ്ട് കോഷ്യൻസ് തമ്മിലുള്ള റിലേഷനുള്ള ഒരു തിയറം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് തിയറം, ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 we have 0 less than or equal to psi of x by x minus theta of x by x, which is less than or equal to log x the whole square whole divided by 2 root x into log 2. ഓക്കെ, ഇതാണ് ഒരു ഇനീക്വാലിറ്റി, ഒരു എന്താണ് ജസ്റ്റ് ഒരു തിയറമാണ്. ഓക്കെ, അതായത് ഈ ഒരു കോഷ്യൻറ്റും ഈ ഒരു കോഷ്യൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു തിയറമാണിത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ തിയറത്തിൻ്റെ കൂടെ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു നോട്ടും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഐഡിയ? ഓക്കെ, ദിസ് ഇനീക്വാലിറ്റി implies that ഇനീക്വാലിറ്റി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി psi ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് തീറ്റ ഓഫ് എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അത് ഈ കോഷ്യൻസിൻ്റെ ഡിഫറൻസിൻ്റെ ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അതെന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇന്ന് കിട്ടുന്ന റിസൾട്ടാണ്. ഇൻ അതർ വേർഡ്സ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇഫ് വൺ ഓഫ് psi ഓഫ് എക്സ് ബൈ എക്സ് ഓർ തീറ്റ ഓഫ് എക്സ് ബൈ എക്സ് tends to a limit, so does the other, and the two limits are equal. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു മീനിങ് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ സൈ ഓഫ് എക്സ് ബൈ എക്സ് അല്ലെങ്കിൽ തീറ്റ ഓഫ് എക്സ് ബൈ എക്സ് ഏതെങ്കിലും ഒരു ലിമിറ്റിലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേത് എന്ത് ചെയ്യും? ടെൻഡ് ചെയ്യും. അതും സെയിം ലിമിറ്റിലേക്കായിരിക്കും ടെൻഡ് ചെയ്യുക. ഇപ്പോൾ സൈ ഓഫ് എക്സ് ബൈ എക്സ് ഒരു ലിമിറ്റിലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ അതേ ലിമിറ്റിലേക്കായിരിക്കും തീറ്റ ഓഫ് എക്സ് ബൈ എക്സ് ടെൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് തിരിച്ചും പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു ഐഡിയ. ഓക്കെ, സോ ഇതിൻ്റെ പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. പ്രൂഫ് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന റിസൾട്ടാണിത്. psi of x equal to summation n less than or equal to x lambda of n by definition. Okay, and big lambda of n in the definition എന്താണ്? മാങ്കോൾഡ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ big lambda of n equal to log p if n equal to some prime power p 0 otherwise. Okay,
അതേപോലെ ഓൾസോ നമുക്കറിയാവുന്ന സ്ഥലത്താണെന്ത് psi of x which is equal to summation m from 1 to infinity summation p raised to m less than or equal to x log p. ഓക്കെ, നമുക്കറിയാം എക്സ് റേസ് ടു എന്താണ് 1/m ലെസ് ദാൻ 2 എന്ന കേസിൽ എന്തുള്ളൂ, ലെസ് ദാൻ 2 എന്ന കേസിൽ എന്തില്ല, ഇവിടെ ഈ ഒരു സമ്മേഷൻ എന്തില്ല, പ്രസക്തിയില്ല. റീസൺ എന്താണ്, ഇവിടെ പി റേസ് ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു മീൻസ് പി റേസ് ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മീൻസ് എന്താണ്, പി റേസ് ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആ കേസിൽ ലോഗ് പിൻ്റെ സമ്മാണ്. ഓക്കെ, ലോഗ് ഓഫ് സം പ്രൈമിൻ്റെ സമ്മേഷനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം 2ൻ്റെ താഴേക്ക് എന്തില്ല, പ്രൈംസ് ഇല്ല. ഓക്കെ, സോ എക്സ് റേസ് ടു എന്താണ് 1/m ലെസ് ദാൻ 2 എന്ന കേസിൽ എന്തില്ല, ഇവിടെ പ്രസക്തി ഇല്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. സോ ഇവിടെ രണ്ട് സൈഡിൽ നമ്മൾ ലോഗ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, രണ്ട് സൈഡിൽ നമ്മൾ ലോഗ് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ലോഗ് എക്സ് റേസ് ടു 1/m വിച്ച് ഈസ് ലെസ് ദാൻ ലോഗ് 2. ഓക്കെ, ഇനി ലോഗിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ 1/m ലോഗ് എക്സ് 1/m ലോഗ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ലോഗ് 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ലോഗ് എക്സ് കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, 1/m ലെസ് ദാൻ ലോഗ് 2/log x. ഓക്കെ, ഇനി 1/m ലെസ് ദാൻ ലോഗ് 2/log x ആണ് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് m ഗ്രേറ്റർ ദാൻ ലോഗ് 2/log x. ഓക്കെ, log x എന്ന് എഴുതാം. ഇനി ഇതിനെങ്ങനെ എഴുതാം, ലോഗ് 2/log x-നെ log x to the base 2. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് നമുക്ക് എന്താ ഇവിടെ കിട്ടിയത്, എം ഗ്രേറ്റർ ദാൻ log x to the base 2ൻ്റെ കേസിൽ എന്തില്ല, ഈ സമ്മേഷൻ ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, സോ എന്തായിരിക്കണം ഈ കേസിൽ, എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കണം, ദാ ഇവിടുത്തെ ഈ സമ്മേഷൻ എന്തായാലും ചേഞ്ച് ആവുമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ psi of x then psi of x എന്തായിട്ട് മാറും, നോട്ട് ദാറ്റ് സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു നോ എന്ന് കൊടുക്കാം, നോ. ഇനി നമുക്കിതിന് ജസ്റ്റ് ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ദെൻ 1 ബിക്കംസ് 1 എന്തായിട്ട് മാറും, psi of x. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് മാറും, psi of x വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ. ഇനി എം ആ കേസിൽ എന്തായിട്ട് മാറും, എം ഗ്രേറ്റർ ദാൻ log x to the base 2ൻ്റെ കേസിൽ അവിടെ എന്ത് പ്രസക്തി ഇല്ല, അവിടെ ആ സമ്മേഷന് പ്രസക്തി ഇല്ല. റീസൺ എന്താണ്, എക്സ് റേസ് ടു 1/m ലെസ് ദാൻ 2 എന്ന കേസിൽ എന്തില്ല, 2നേക്കാൾ ചെറുതായിട്ട് എന്തില്ല, പ്രൈംസ് ഇല്ല, നമുക്കറിയാം. സോ എം എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ log x to the base 2 എന്നുള്ളതിന് പകരം എന്തായിട്ട് മാറണം, എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു log x to the base 2. ഓക്കെ, സോ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു log x to the base 2 സമ്മേഷൻ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് റേസ് ടു 1/m log p. Okay, and we also have നമുക്കറിയാവുന്ന റിസൾട്ടാണ് എന്ത്, തീറ്റ ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്, സമ്മേഷൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലോഗ് പി. ഓക്കെ, സോ നമ്മൾ ഈ തീറ്റ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്, സമ്മേഷൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ലോഗ് പി, അതിവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ. ഓക്കെ, നമ്മളിതിന് ജസ്റ്റ് ഒരു ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്കറിയാം ദാറ്റ് ഈസ് ലോഗ് എക്സ് റേസ് ടു 1/m എന്തായിട്ട് മാറും, സോറി തീറ്റ ഓഫ് എക്സ് റേസ് ടു 1/m വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് റേസ് ടു 1/m ലോഗ് പി. ഓക്കെ, സോ അതാ ഇതേ ഒരു ടേമാണുള്ളത് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ നമ്പർ 2-ൽ എന്ത് കൊടുക്കാം, ആ ഒരു ടേമിന് പകരം തീറ്റ ഓഫ് എക്സ് റേസ് ടു 1/m എന്ന് കൊടുക്കാം. ഓക്കെ, സോ ദെൻ ഇക്വേഷൻ നമ്പർ 2 becomes 2 എന്തായിട്ട് മാറും, psi of x which is equal to summation m less than or equal to log x to the base 2 theta of x raised to 1/m. ഓക്കെ,
അവിടെ ആ ഒരു സമ്മേഷൻ തീറ്റ ഓഫ് എക്സിൻ്റെ ആ വാല്യൂ നമ്മൾ റീപ്ലേസ് ചെയ്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, എം ലെസ് താൻ ഓർ ഈക്വൽ ലോഗ് എക്സ് ടു ദ ബേസ് 2 ആണല്ലോ. ഓക്കെ, നമ്മൾ 1 മുതൽ എം ഈക്വൽ ടു 1 ഒരു വാല്യൂ കൊടുക്കുക, ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഒരു സമ്മേഷനായിട്ട് എഴുതുക. എമ്മിന് 1 കൊടുക്കുക, സോ നമുക്ക് എന്ത് കിട്ടും, തീറ്റ ഓഫ് എമ്മിന് 1 കൊടുക്കുമ്പോൾ തീറ്റ ഓഫ് എക്സ് റേസ് ടു 1/1, അതായത് തീറ്റ ഓഫ് എക്സ് എന്ന് വരും അവിടെ ആ കേസിൽ. ഓക്കെ, സോ തീറ്റ ഓഫ് എക്സ് പ്ലസ് ഇനി എമ്മിന് 1 കൊടുത്തു, ഇനി 2 ശേഷമുള്ളത് നമ്മൾ ഒരു സമ്മായിട്ട് എഴുതാം. സമ്മേഷൻ 2 ലെസ് താൻ ഓർ ഈക്വൽ ടു എം ലെസ് താൻ ഓർ ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് 2 തീറ്റ ഓഫ് എക്സ് റേസ് ടു 1/m. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. സോ സൈ ഓഫ് എക്സ് ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഈ തീറ്റ ഓഫ് എക്സ് നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ പ്ലസ് ഉള്ളത് എന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറും. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഈസ് സോ സൈ ഓഫ് എക്സ് മൈനസ് തീറ്റ ഓഫ് എക്സ്. ഇനി ഇതപ്പോൾ എന്തായിരിക്കും, ലെസ് താൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കുമല്ലോ. സോ 0 ലെസ് താൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാം. ഒന്നുകിൽ സൈ ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് 0 ലെസ് താൻ ഓർ ഈക്വൽ ടു സൈ ഓഫ് എക്സ് മൈനസ് തീറ്റ ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, സമ്മേഷൻ 2 ലെസ് താൻ ഓർ ഈക്വൽ ടു എം ലെസ് താൻ ഓർ ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് 2 തീറ്റ ഓഫ് എക്സ് റേസ് ടു 1/m. ഓക്കെ, നമ്മളിതിനെ ജസ്റ്റ് ഒരു ഇക്വേഷൻ നമ്പർ 3, നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എവിടെയും കൊടുത്തില്ല. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം ഇക്വേഷനെ. ഇനി നമുക്കറിയാവുന്ന കേസാണല്ലോ, വി നോ ദാറ്റ് നോ തീറ്റ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ് നമുക്കറിയാം ബൈ ഡെഫിനിഷൻ, സമ്മേഷൻ പി ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലോഗ് പി ആണ്. ഓക്കെ, നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക, പി ലെസ് താൻ ഓർ ഈക്വൽ എക്സ് ആയിരിക്കുമല്ലോ എപ്പോഴും. ഏതൊരു പ്രൈമും ഒരു നമ്പറിന് ഈക്വൽ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ ആയിരിക്കും പ്രൈമിൻ്റെ വാല്യൂ. നമ്മൾ രണ്ട് സൈഡിൽ ലോഗ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ലോഗ് പി ലെസ് താൻ ഓർ ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, സോ ലോഗ് പി ലെസ് താൻ ഓർ ഈക്വൽ ടു ലോഗ് എക്സ് ആണെങ്കിൽ ഇവിടെ ലോഗ് പി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ലെസ് താൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ പി ലെസ് താൻ ഓർ ഈക്വൽ ടു ഇവിടെ ലോഗ് പിനെ ലോഗ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ റീസൺ നിങ്ങൾ നോക്കുക. ഓക്കെ, എന്ത് ചെയ്യാം, ലോഗ് എക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് സൈഡ് എടുക്കാം, ലോഗ് എക്സ് സമ്മേഷൻ പി ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് 1. ഓക്കെ, ഇനി അവിടെ പീനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ പീനെ നമുക്ക് എൻ വെച്ച് റീപ്ലേസ് ചെയ്യാം, സമ്മേഷൻ എൻ ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് 1. റീസൺ എന്താണ്, അവിടെ എന്നും പിയും എന്താണ് സെയിം ആയിരിക്കും. ഓക്കെ, രണ്ടും ഈക്വൽ സെൻസ് ആണ്. സോ ലോഗ് എക്സ് ഇൻറ്റു സമ്മേഷൻ എൻ ലെസ് താൻ ഓർ ഈക്വൽ എക്സ് 1ൻ്റെ വാല്യൂസ് എന്തായിരിക്കും, അത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ ഫംഗ്ഷൻ ബോക്സ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം, നോട്ട് ചെയ്യേണ്ട കാര്യം, സിൻസ് നമുക്ക് ഇവിടെ ഒരു റീസൺ വരുന്നുണ്ട്, നമുക്കറിയാവുന്ന റിസൾട്ടാണ് എന്താണ്, ബോക്സ് എക്സ് ഈസ് ഓൾവേസ് ലെസ് താൻ ഓർ ഈക്വൽ എക്സ് ആയിരിക്കും. ഓക്കെ, ഏതൊരു നമ്പറിൻ്റെയും ബോക്സ് ആ നമ്പറിന് ഈക്വൽ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതായിരിക്കും. സോ വിച്ച് ഈസ് ലെസ് താൻ ഓർ ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യാം, ബോക്സ് എക്സിന് വരെ അവിടെ എക്സ് എന്ന് റീപ്ലേസ് ചെയ്യാം. സോ നമുക്ക് എന്താണ് കിട്ടിയത്, നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ദാറ്റ് ഈസ് തീറ്റ ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് താൻ ഓർ ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു എക്സ്, അല്ലെങ്കിൽ എക്സ് ലോഗ് എക്സ് എന്ന് എഴുതാം ഇതിനെ. ഓക്കെ, സോ ദാറ്റ് ഈസ് തീറ്റ ഓഫ് എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലോഗ് എക്സ്. ഓക്കെ, എക്സ് ലോഗ് എക്സ് ഒന്ന് മാറ്റി എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിൽ എന്തുണ്ട്, നമുക്കിതാ ഇക്വേഷൻ നമ്പർ 3ൽ തീറ്റ ഓഫ് എക്സ് റേസ് ടു 1/m ഉണ്ടല്ലോ, നമ്മൾ അതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കി വെക്കുക. സോ തീറ്റ ഓഫ് എക്സ് റേസ് ടു 1/m വിച്ച് ഈസ് ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് റേസ് ടു 1/m ഇൻറ്റു ലോഗ് എക്സ് റേസ് ടു 1/m എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഓക്കെ, സോ തീറ്റ ഓഫ് എക്സ് റേസ് ടു തീറ്റ ഓഫ് എക്സ് റേസ് ടു 1/mൻ്റെ വാല്യൂ എവിടെ ഉണ്ട്, ഇതാ അത് നമുക്ക് ഇക്വേഷൻ 3ലുണ്ട്. സോ ഇക്വേഷൻ 4ൽ കിട്ടിയത് അതിൻ്റെ വാല്യൂ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 4ൽ ഇക്വേഷൻ 3ൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ ഇവിടെ ഈക്വാലിറ്റി ഉള്ളത് എന്തായിട്ട് മാറും, ഇക്വേഷൻ 3ൽ ഈക്വാലിറ്റി എന്തായിട്ട് മാറും, ഇവിടെ ലെസ് താൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് അവിടെ ഇക്വേഷൻ 3 എന്തായിട്ട് മാറും, ഈക്വാലിറ്റി ഉള്ളത് ഇനീക്വാലിറ്റി ആയിട്ട് മാറും. ദെൻ 3 becomes 3 എന്തായിട്ട് മാറും, 0 ലെസ് താൻ ഓർ ഈക്വൽ ടു സൈ ഓഫ് എക്സ് മൈനസ് തീറ്റ ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് താൻ ഓർ ഈക്വൽ ടു എന്തായിട്ട് മാറും,
നമുക്കറിയാം അവിടെ ഇക്വേഷൻ 3 ഉള്ളത് സമ്മേഷൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് ലോഗ് എക്സ് ടു ദ പവർ 2 ഇൻറ്റു ഇനി ഇതാ അവിടുത്തെ ഇക്വേഷൻ 3-ലെ തീറ്റ ഓഫ് എക്സ് റേസ് ടു 1/m വരെ എന്തായിട്ട് മാറും എന്താ ഈ വാല്യൂ ആയിട്ട് മാറും. ഓക്കെ, എക്സ് റേസ് ടു 1/m ഇൻറ്റു ലോഗ് എക്സ് റേസ് ടു 1/m. ഓക്കെ, നമുക്ക് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നോട്ടേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഇവിടെ ഈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണല്ലോ. നോട്ട് ദാറ്റ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഇതിൻ്റെ മീനിങ് എന്താണ്? 1/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/m. ഓക്കെ, ദാറ്റ് ഈസ് 1/m ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. ഓക്കെ, ഇനി എക്സ് പവർ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സിൻ്റെ പവർ എക്സ് റേസ് ടു 1/m ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് റേസ് ടു 1/2. ഓക്കെ, അതേപോലെ ലോഗ് എക്സ് റേസ് ടു രണ്ട് സൈഡിൽ ലോഗ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഗ് എക്സ് റേസ് ടു 1/m ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു 1/2. ഓക്കെ, സോ ദാ ഈ ഇക്വേഷനിൽ ഈ ലാസ്റ്റ് കിട്ടിയ ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ ഇനീക്വാലിറ്റിയിൽ ലോഗ് എക്സ് റേസ് ടു 1/m. ഓക്കെ, അതിനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ലോഗ് എക്സ് റേസ് ടു 1/2 വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ദെൻ 5 ബിക്കം ഇക്വേഷൻ നമ്പർ 5 എന്തായിട്ട് മാറും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് മാറും? സമ്മേഷൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ പവർ 2 നമുക്ക് എന്തായിട്ട് മാറും? അവിടെ നമുക്ക് ലോഗ് എക്സ് റേസ് ടു 1/m ലോഗ് എക്സ് റേസ് ടു 1/m നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് റേസ് ടു 1/2 ലോഗ് എക്സ് റേസ് ടു 1/2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അവിടെ എന്ത് ചെയ്യാം നമുക്ക്? ദിസ് ഇംപ്ലൈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi ഓഫ് എക്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ഓഫ് എക്സ്. ഇപ്പോൾ എന്ത് ചെയ്യാം? എക്സ് റേസ് ടു 1/2 നമുക്ക് പുറത്തെടുക്കാം. എക്സ് റേസ് ടു 1/2 എന്ന് പറയുമ്പോൾ അതെന്താണ്? നമുക്കത് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ മൈനസ് ആണ്. ഇവിടെ മൈനസ് ആണ്. തീറ്റ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ പവർ ലോഗ് എക്സ് ടു ദ ബേസ് 2. ഇനി എക്സ് റേസ് ടു 1/2 ഇൻറ്റു ലോഗ് എക്സ് റേസ് ടു 1/2. എക്സ് റേസ് ടു 1/2 മീൻസ് എന്താണ്? അത് റൂട്ട് എക്സ് ആണ്. ഈ ലോഗ് എക്സ് റേസ് ടു 1/2 ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട് സൈഡ് എടുക്കാം. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi ഓഫ് എക്സ് മൈനസ് തീറ്റ ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എക്സ് ഇൻറ്റു 1/2 നമുക്ക് പുറത്തെടുക്കുമ്പോൾ റൂട്ട് എക്സ് ബൈ 2 ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു സമ്മേഷൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് 2 1. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇനി സമ്മേഷൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ പവർ 2 ലോഗ് എക്സ് ടു ദ ബേസ് 2 1ൻ്റെ വാല്യൂ എന്തായിരിക്കും നോക്കുക. അതായത് റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ടേമിൻ്റെ വാല്യൂ എന്തായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, എന്തായിരിക്കും അതിൻ്റെ വാല്യൂ? അതിൻ്റെ വാല്യൂ 1ൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് വെച്ചാൽ ബോക്സ് എക്സ് മൈനസ് 1. റീസൺ എന്താണ്? ഇവിടെ 2 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ബോക്സ് എക്സ് മൈനസ് 1. ഓക്കെ, നമുക്കറിയാം ഇത് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബോക്സ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബോക്സ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഓക്കെ, ദിസ് ഇംപ്ലൈസ് ലാസ്റ്റ് ഇക്വേഷൻ ഇംപ്ലൈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi ഓഫ് എക്സ് മൈനസ് തീറ്റ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എക്സ് ബൈ 2 ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം അവിടെ. ഓക്കെ, സോ
നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ലോഗ് സമ്മേഷൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ചെയ്യാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമുക്കവിടെ ബോക്സ് എക്സ് -1 വരും. ഓക്കെ, പക്ഷെ അവിടെ നമുക്ക് എന്താണുള്ളത്? നമുക്കുള്ളത് therefore സമ്മേഷൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ചെയ്യാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് ഇനീക്വാലിറ്റി ഉള്ള എന്താണ്? ഇവിടെ എക്സിന് പകരം ലോഗ് എക്സ് ടു ദ ബേസ് 2 ആണ്. ഓക്കെ, സോ ലോഗ് എക്സ് ടു ദ ബേസ് 2 1ൻ്റെ വാല്യൂ എന്തായിരിക്കും? ബോക്സ് ലോഗ് എക്സ് ടു ദ ബേസ് 2 -1. ഓക്കെ, ഇനി നമുക്കതാ ഇവിടെ നിന്ന് നോക്കാം. ബോക്സ് എക്സ് -1 വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ എന്തായിരിക്കും? ബോക്സ് എക്സ് ആയിരിക്കും. വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ഇത് നമുക്ക് ഒരു സ്റ്റെപ്പ് തൽക്കാലം നമുക്ക് കട്ട് ചെയ്യാം. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് ബോക്സ് എക്സ് ടു ദ ബേസ് 2. ഓക്കെ, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ നമുക്ക് എന്ത് പറയാം? ലോഗ് എക്സ് ടു ദ ബേസ് 2. ഓക്കെ, സോ നമുക്കിതാ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ലോഗ് എക്സ് ടു ദ ബേസ് 2 വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, then this implies last statement, this implies 0 less than or equal to psi of x minus theta of x which is less than or equal to root x by 2 into log x into അവിടെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ലോഗ് എക്സ് ടു ദ പവർ എക്സ് ടു ദ ബേസ് 2. ഇനി ലോഗ് എക്സ് ടു ദ ബേസ് 2 എങ്ങനെ എഴുതാം? നമുക്ക് ലോഗ് 2 ഡിവൈഡ് ബൈ ലോഗ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ലോഗ് 2 അല്ലെങ്കിൽ ലോഗ് എക്സ് ഡിവൈഡ് ബൈ ലോഗ് 2 എന്ന് എഴുതാം. ഓക്കെ, ലോഗ് എക്സ് ഡിവൈഡ് ബൈ ലോഗ് 2 എന്ന് എഴുതി. ഓക്കെ, ദിസ് ഇംപ്ലൈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ഓഫ് എക്സ് മൈനസ് തീറ്റ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഇനി ഇവിടെ എന്തുണ്ട്? 2 ലോഗ് എക്സ് മൾട്ടിപ്ലൈ ആണുണ്ട്. സോ ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്തായിട്ട് മാറും? ലോഗ് എക്സ് ദി ഹോൾ സ്ക്വയർ. സോ റൂട്ട് എക്സ് ബൈ 2 ഇൻറ്റു ലോഗ് എക്സ് ദി ഹോൾ സ്ക്വയർ. താഴെ ആരുണ്ട്? 2 ലോഗ് 2. നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റനെ ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ സൈ ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് തീറ്റ ഓഫ് എക്സ് ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി ഈ സൈഡിൽ ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആ എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? എക്സിനെ എനിക്ക് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതാം. സോ മേലുള്ള റൂട്ട് എക്സും താഴെയുള്ള റൂട്ട് എക്സും കട്ട് ചെയ്തു പോകും. താഴെ നമുക്ക് എന്ത് കിട്ടും? ഒരു റൂട്ട് എക്സ് മാത്രമായിട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും? നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ ലോഗ് എക്സ് ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ താഴെ ആരുണ്ടായിരിക്കും? 2 റൂട്ട് എക്സ് ഇൻറ്റു ലോഗ് 2. ഓക്കെ, ഇതിലാണ് പ്രൂഫ് ഉള്ളത്. ഓക്കെ.